എവ്രിവൺ. അപ്പൊ നമ്മൾ ഇന്ന് വന്നിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൊറിയൻ നൂഡിൽസ് ആയിട്ടാണ് കേട്ടോ. ദീപിയുടെ ഫയറി ഹോട്ട് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പൊ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുന്നത് മാഗിയുടെ കൊറിയൻ ബാർബിക്യൂ ചിക്കൻ ആണ് കേട്ടോ. ഇവളാണ് ഉണ്ടാക്കണത്. അപ്പൊ നമുക്ക് ഉണ്ടാക്കിക്കോ. ലൈറ്റർ ഒഴിക്കാനുള്ള വെള്ളം ഇവിടെ. വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടാ. ഞാനാണ് സഹായി ഗൈസ്. അവിടെ വെക്കട്ടെ, അവിടെ വെക്കട്ടെ. പൊട്ടിക്കാൻ മുറിഞ്ഞു. എത്ര വെള്ളമൊക്കെ വേണം ഇതിന്? ഒരു മിക്സ് ഉണ്ട് കേട്ടാ, ഒരു മിക്സ് ഉണ്ട്. പിന്നെ സീസണിങ് ഓയിലും ഉണ്ട്. എനിക്ക് ഇത്ര വെള്ളം വേണ്ടി വരില്ല തോന്നുന്നു. കുറച്ച് എടുത്തോ. എന്റെ വേഗത്തോടെ ഒഴിക്കരുതിട്ടാ. അപ്പൊ ഗായ്സ് ഇതാ വെള്ളം നല്ല തിളച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് മസാല നൂഡിൽസ് ആദ്യം നൂഡിൽസ് ആദ്യം. അപ്പൊ നൂഡിൽസ് ആദ്യം ഇട്ട് കൊടുക്ക. നമ്മള് വെള്ളം കോരിയിട്ട് വെള്ളം മതിയുണ്ടാവൂ. ഇത് വെള്ളം മതിയാവില്ല. അതിൽ കൊറേ പൊടിയില്ലേ, പൊടിഞ്ഞേക്കണോ അത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഇളക്കിയിട്ട് വെള്ളം മതിയാവും നോക്കാം. നമുക്ക് മസാല പൊട്ടിച്ചിട്ട് ഇടാം. അപ്പൊ ഓയിലൊക്കെ ഒഴിക്കാം. അല്ലല്ല, ഇപ്പൊ തന്നെ നമുക്ക് ഒഴിക്കാം. ഇത് പൊട്ടിച്ചിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് ശേഷം അത് ഒഴിക്കാം. മസാല ഇട്ടിട്ടാ നമ്മള് തിളച്ചിട്ടുണ്ടേ. നമുക്ക് ഇനി നമ്മുടെ സീസണിങ് ഓയിൽ ഇട്ട് കൊടുക്കാം. അത് നമ്മളങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഈത്ത വെള്ളം വറ്റട്ടെ അല്ലേ. നല്ല കളറുണ്ട് കേട്ടാ. നല്ല കളറുണ്ട്. നല്ല വലിയ നൂഡിൽസിലെ തടിയുള്ള നൂഡിൽസ്. എരിവുണ്ടെങ്കിൽ കുട്ടി സീനാക്കും. ശരി, നമ്മളൊക്കെ ടെറ വരും. ഈ എരിവ് തന്നില്ലടി വന്നിട്ട്. ഇതെങ്ങനെ ഇരുന്ന് തിളച്ച് സെറ്റ് ആവട്ടെ. അപ്പൊ ഏകദേശമൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടാ. അപ്പൊ നൂഡിൽസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് ആക്കാം. അപ്പൊ ഇവിടെ എന്താ പണി? പ്രത്യേകിച്ച് ഒരു പണിയില്ല ഗൈസ്. എന്നാലും നമ്മള് കൂട്ടിനിരിക്കാണ്. മറ്റേത് ഈ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാല്ലേ? ഈ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാം. ജസ്റ്റ് കഴുകിയാൽ മതി ഗൈസ്. അപ്പൊ അങ്ങനെ ഇത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല കളറൊക്കെ ഉണ്ട്, മണമൊക്കെ ഉണ്ട് കേട്ടോ. നല്ല മുളകിന്റെ മണല്ലേ, വറ്റൽമുളകിന്റെ മണം. നല്ല വറ്റൽമുളകിന്റെ ഒരു മണാണ് ഉള്ളത്. നമുക്ക് അടുത്ത പാക്കറ്റ് ഉണ്ടാക്കാം കേട്ടോ ഗായ്സ്. അപ്പൊ നമുക്ക് അടുത്ത പാക്കറ്റ് ഉണ്ടാക്കാം കേട്ടോ. അവളെ പാത്രം കഴുകാനായിട്ട് വിട്ടിട്ടുണ്ടേ. അപ്പൊ ഇത് കഴുകി ഗായ്സ്. നമുക്ക് അടുത്ത പാക്കറ്റ് ഉണ്ടാക്കാം കേട്ടോ. ലൈറ്റർ ഞാൻ സ്ഥലത്തിരിക്കട്ടെ. വെള്ളം ഒഴിച്ചു കൊടുക്കാട്ടാ. നമ്മൾ 2 പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പൊട്ടിക്ക് അവിടെ ഇടോ. ലൈറ്ററൊക്കെ എടുത്ത് വെക്കട്ടെ കേട്ടാ, ഇല്ലെങ്കിൽ അത് വാനിഷ് ആയി പോകും. ഇതിലെന്തൊക്കെയുണ്ട്? ഇതെന്തോ, ഇതൊരു മസാലയാ അല്ലേ? ഇങ്ങനെ ഒരു മസാല ഉണ്ട് കേട്ടോ അതില്. പിന്നെ ഇതെന്താ, ഇത് വെജീസ് എന്നാണ് ഇതിന് കൊടുത്തേക്കണേ. വെജീസ്, ഉണങ്ങിയ വെജിറ്റബിൾസ് ആയിരിക്കും. ഉണങ്ങിയ വെജിറ്റബിൾസ് ആയിരിക്കും. ഈ പാക്കറ്റ് വിളിച്ചോ.
നൂഡിൽസ് നമ്മളൊന്നും പൊട്ടിക്കില്ല കേട്ടോ, നമുക്കിങ്ങനെ നൂല് പരുവത്തിലാണ് നമുക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടേ. ഗൈസ് അപ്പൊ ഇതൊന്ന് മയങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കേ, വെള്ളം പാകാവില്ലാന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഇതിലുള്ള മസാല നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞ മസാല അല്ലേ? മറ്റേത് കളർ വ്യത്യാസം. ഇത് പൊട്ടിച്ചില്ലേ? നീ നല്ല റെഡി ആയിരുന്നു. പൊട്ടിക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇതങ്ങനെ ഇട്ട് കൊടുക്കാണ്. നല്ല കളറും കിട്ടാൻ എനിക്ക് തോന്നണ കുട്ടി കഴിക്കാൻ പറ്റില്ല എന്നാണ്. മറ്റേത് കഴിക്കാൻ പറ്റില്ല, നല്ല റെഡ് കളർ ഉണ്ട്. ഇത് കുറച്ച് യെല്ലോ കളറാണ്. എന്നാലും എരിവുണ്ടായിരിക്കും. അപ്പൊ ആ വെജിറ്റബിൾസ് ഇട്ടല്ലോ. വെജിറ്റബിൾസ് ഇടാം. വെജിറ്റബിൾസ് ഉണ്ട് കേട്ടോ അതിന്റെ കൂടെ. എന്താ ഇതിൽ കുറെ ഡ്രൈഡ് വെജീസ് ഉണ്ട്, നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറെ നമുക്ക് എല്ലാം ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് കുറെ ഉണ്ട് അല്ലേ? കുറെ ഉണ്ട്. ഒരു പാക്കറ്റിൽ കുറെ ഉണ്ട്. കണ്ടാ എന്റെ സ്പ്രിംഗ് ഓണിയനാ തോന്നുന്നു. സ്പ്രിംഗ് ഓണിയൻ ഡ്രൈഡ് ആയതാ തോന്നുന്നു. അതെ അതെ. ഇതൊന്ന് തിളച്ചിട്ടൊന്ന് വേവട്ടെ. ഗൈസ് അപ്പൊ നമ്മുടെ ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ചൂട്. സ്പൂൺ എടുത്തോടി 2 സെറ്റ് ആയിട്ടുണ്ട് കേട്ടാ. സ്പൂൺ കിട്ടി ഗൈസ്. 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ വേറെ എടുത്തിട്ടോ. എന്റെ ഒരു മൈക്കുണ്ടായിരുന്നു ഓർമ്മ ഉണ്ടാവില്ല. സ്പൂൺ തരാൻ പോയപ്പോ ഞാൻ പോയതിന്റെ ശബ്ദമാണ് ഗൈസ്, അത് വേറെ ഒന്നുമല്ല. ഗൈസ് അപ്പൊ നമ്മുടെ 2 മാഗി റെഡിയാണ്. അത് കാണിച്ചു കൊടുക്കും. രണ്ടെണ്ണം റെഡിയാണ്. നമുക്ക് ഇനി ഇത് ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്യണേ. അല്ലെങ്കിൽ നമുക്ക് ചെറുതായിട്ട് പോലും ടേസ്റ്റ് ചെയ്യാൻ കിട്ടില്ല. നമുക്ക് ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് നല്ല ചൂടുണ്ടേ, നല്ല ചൂട്. നല്ല ഊതിയിട്ട് വെക്കിട്ടോ, നല്ല ചൂടുണ്ടേ. നല്ല സ്പൈസ് ടേസ്റ്റ് ഉണ്ട് പക്ഷെ സ്പൈസി ആണ് അത്. നല്ല സ്പൈസി, നല്ല പുളിയൊക്കെ ഉണ്ട്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കി. കൈയുണ്ട്. ചൂടാടിയത് ഇതൊരു ചീസി ടേസ്റ്റ് അല്ലേ? ഇതൊരു ചീസി ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് നല്ല എരിവുണ്ട്. 2 നല്ല എരിവുണ്ട്. പക്ഷെ ഇതാ കൂടിയ ടേസ്റ്റ്. അതിനാണ് സോസിന്റെ ഫേവറേറ്റ്. നല്ല എരിവൊക്കെ ഉണ്ട്. ഇപ്പൊ സംഭവം സെറ്റാലേ, നമുക്ക് ബാക്കിയുള്ളവർക്ക് കൊണ്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.